അപ്പൊ 57 വന്ന ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള അന്നത്തെ എല്ലാ വകുപ്പും അനുസരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഗവൺമെന്റ് ഇന്നത്തെ ഗവൺമെന്റിനെ തള്ളിയിടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അത് പറയാനും നമുക്കറിയാലോ. ആ പ്രവർത്തനത്തിലെല്ലാം തന്നെ സജീവമായ പങ്കുവഹിച്ച 1960 തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൽ പങ്കുവഹിച്ച സഖാവ് ആഞ്ഞമതു. ആ 57ഉം 60ഉം നമ്മളെ ഇന്നും ഓർമ്മപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ചു. ആളുകൾക്കല്ല 5 3 എന്നാ പറയുക കൂലി, അതാണുള്ളത്. 5 താഴി അന്ന് 5 3 എന്നാ സ്ഥിതിയൊക്കെ മാറിയില്ലേ? ഈ സ്ഥിതി മാറി ഇന്നത്തെ സ്ഥിതിയിൽ എത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കാണ് 57 ഗവൺമെന്റ് വഹിക്കുക. ആ 57 ഗവൺമെന്റിനെയാണ് നെഹ്റു പിരിച്ചുവിട്ടത്. ആ പിരിച്ചുവിട്ടതിന്റെ ശേഷം അന്ന ഗവൺമെന്റും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 65 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അന്ന് ആർക്കും ഭൂരിപക്ഷമുണ്ടാവില്ല. 67 വീണ്ടും നമ്മുടെ ഗവൺമെന്റ് വന്നു, ജമീത്ത് അവസാനിപ്പിച്ചു. തന്നെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനെ തുടർന്നുള്ള മെച്ചങ്ങളും ഗുണങ്ങളും കൊണ്ടാണ് നമ്മുടെ കേരളം ഇതുപോലെ മാറിക്കൊണ്ടിരിക്കുന്നത്. ആ മാറിയ കേരളത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള നമ്മുടെ ഗവൺമെന്റ് അന്ന് ആ ഗുണകരമായ കാര്യങ്ങളെ ഉയർത്തിപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മുമ്പേ ഇന്ന് പ്രധാനപ്പെട്ടത് വരാൻ പോകുന്നതാണ് തെരഞ്ഞെടുപ്പ്. 1960 തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോവുകയാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സഖാവ് മധുവിനോടുള്ള നമ്മുടെ ആദരവ് പുതുക്കുമ്പോൾ ആ പഴയ കാലവും ഇന്നത്തെ കാലവും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും അതിനായി നമ്മുടെ പ്രവർത്തകരെ രംഗത്തിറങ്ങുമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാവ് മധുവിന്റെ പാവനസ്ഥാനയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.